ഹായ്, ഏതു ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രമീള വന്ന് ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി മോളെ, നിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? അവിടെ എല്ലാവരും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി അശ്വിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ പ്രമീള അശ്വിനോട് ചോദിക്കും, മോനെ, ശ്രുതിയുടെ ഭർത്താവിനെ കാണണമെന്ന് എല്ലാവരും അവിടെ പറയുന്നുണ്ട്, മോൻ വരുന്നില്ലേ? ആന്റി, ഞാനിപ്പോ ബിസിയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ പ്രമീള, മോനിവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ? ഇല്ല ആന്റി, ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് വന്നേക്കാന്ന് പറയണേ. അങ്ങനെ ശ്രുതി അവിടെ എത്തുമ്പോൾ ഒരു സ്ത്രീ ചോദിക്കും, അല്ല, ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, ഇത്തിരി ജോലി തിരക്കില. ഇത് കേൾക്കുന്ന ചെറുക്കൻ്റെ അച്ഛൻ, എത്ര ജോലി തിരക്കാണെങ്കിലും ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഇവിടേക്ക് വരേണ്ടതല്ലേ? ഇതാണോ പെൺവീട്ടുകാരുടെ മഹിമ എന്ന് പറയുമ്പോഴേക്കും ചെറുക്കൻ്റെ അമ്മ, ഏട്ടാവട്ട സ്ഥലത്ത് നിന്ന് നടത്തുന്നതും പോരാ, അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. അതൊക്കെ ഞങ്ങളെ കണ്ടു പഠിക്ക്. എന്റെ മോനെ വലിയൊരു സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജറാ, കൂടാത്തതിന് പ്രമോഷനും. അതിന്റെ വല്ല അഹങ്കാരവും എന്റെ മോനോ ഞങ്ങൾക്കോ ഉണ്ടോന്ന് നോക്ക് എന്ന് പറയുമ്പോൾ ചെറുക്കൻ്റെ അച്ഛൻ പറയും, ഓ, എന്തൊരു ചൂടാ ഇവിടെ, നിൽക്കാനേ പറ്റില്ല. ഈ ചടങ്ങ് ഇങ്ങനെയൊക്കെ അങ്ങ് നടന്നു, ഇനി കല്യാണെങ്കിലും ദാരിദ്ര്യ സെറ്റപ്പ് ആക്കല്ലേ എന്ന് പറയുമ്പോൾ പെണ്ണിന്റെ അമ്മ പറയുന്നുണ്ട്, ഇല്ല ഇല്ല, അത് കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നേ ആക്കൂ. അപ്പോഴേക്കും ചെറുക്കൻ്റെ അമ്മ പറയും, അല്ല, അവിടെയും ഇങ്ങനെ വില കുറഞ്ഞ സെറ്റപ്പാണോ ഉള്ളത്? ക്യാഷൊക്കെ കുറവാണെങ്കിൽ സൗകര്യവും കാണില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി, ഇല്ല ആന്റി, അവിടെ നല്ല സൗകര്യമാണുള്ളത് എന്ന് പറയുമ്പോഴേക്കും അവർ ചോദിക്കും, ഈ പെൺകുട്ടി ഏതാ? അത് പ്രമീളേച്ചിയുടെ മകളാ. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് വലിയ ബിസിനസ്സുകാരനാ. ഓ, അതായിരിക്കും ഞങ്ങളോടൊക്കെ വലിയൊരു പുച്ഛെന്ന് പറയാണ്ടോ ചെറുക്കൻ്റെ അമ്മ. ഏയ്, അങ്ങനെയൊന്നുമില്ല, ഞാനിപ്പോൾ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അമ്മായി പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി സംഭാരം എടുക്കുന്നിടത്തേക്ക് അമ്മായി എത്താണ്. ശ്രുതി, നമ്മുടെ മരുമോന് എന്താ പറ്റിയത്? പ്രമീള അടുത്ത് 2 തവണ വന്ന് വിളിച്ചിട്ടും മരുമോൻ റൂമിൽ ഒരേ ഇരിപ്പാണ്. നീ വീണ്ടും വല്ലതും പറഞ്ഞ് ഭ്രാന്താക്കിയോ അവനെ? ഇല്ല അമ്മായി, അശ്വിൻ സാറിന് അല്പം ജോലി തിരക്കുണ്ട്, അതായിരിക്കും. നീ എന്തൊക്കെയാ ശ്രുതി പറയുന്നത്? വീട്ടിലൊരു മംഗളകാര്യം നടക്കുമ്പോൾ റൂമിൽ ഇങ്ങനെ അടഞ്ഞിരുന്നാൽ ചെറുക്കനും അവരുടെ വീട്ടുകാരും എന്താ വിചാരിക്കുക? ഈ വീട്ടിൽ വെച്ച് ചടങ്ങ് നടത്തുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണെന്നല്ലേ? അവരങ്ങനെയൊന്നും വിചാരിക്കില്ല അമ്മായി, നിനക്കങ്ങനെ പറയാം. അല്ലെങ്കിൽ തന്നെ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഇഞ്ചി കടിച്ച പരുവത്തിൽ നിൽക്കുക. എൻ്റെ കൃഷ്ണ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കാട്ടോ അമ്മായി. അപ്പോഴേക്കും കീർത്തിയുടെ അമ്മ അമ്മായിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, രാധാടുത്തി, കീർത്തിക്ക് കൊടുക്കാനുള്ള സാരിയും മോതിരവും ഏടത്തിയുടെ അടുത്തല്ലേ? അയ്യോ, ഞാനത് മറന്നുപോയി, അത് ഞാൻ ശ്രുതിയുടെ റൂമിൽ വെച്ചേക്കുവാ, നമുക്ക് പോയി എടുക്കാന്ന് പറഞ്ഞിട്ട് അവര് പോവാണ്. എന്നിട്ട് അശ്വിനെ തട്ടി വിളിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കാണേ. മോൻ അങ്ങ് വരുന്നില്ലേ? ഞാൻ വന്നേക്കാം അമ്മായി എന്ന് പറഞ്ഞ അശ്വിൻ റൂമിലേക്ക് കയറി ഡോർ അടയ്ക്കാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ ചെറുക്കൻ്റെ അമ്മ വന്നിട്ട്, ഞങ്ങളെയൊക്കെ അവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ ഇവിടെ എന്താ കാണിക്കുന്നത്? അത് പിന്നെ സാരിയും മോതിരം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറയുമ്പോൾ, നോക്കട്ടെ സാരി എന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണ് കേട്ടോ. ഇതെവിടുന്നാ ഇത്രയും വില കുറഞ്ഞ സാരി? അത് വില കുറഞ്ഞതൊന്നല്ല, 1000-2000 ഒക്കെ ആണോ? ഞാനേ എൻ്റെ മകളുടെ കല്യാണത്തിന് 50,000 രൂപയുടെ സാരി ആയിരുന്നു, അതും ഫസ്റ്റ് ക്വാളിറ്റി. ഇനിയിപ്പോ എന്താ സമ്മാനം ഉള്ളത് ആ കവറിൽ എന്നും പറഞ്ഞ് അതും തപ്പിയെടുക്കാണ്. ഇതെന്താ മോതിരോ? ഇത് വല്ല ഈയോ തകിടോ മറ്റോ ആണോ എന്ന് പറയുമ്പോഴേക്കും അമ്മായി പറയും, അത് അസല് സ്വർണ്ണാണ്. നിങ്ങളെന്താ ഞങ്ങള് സ്വർണം കണ്ടിട്ടില്ലാത്ത പോലെ സംസാരിക്കുന്നത്? ഇത് എൻ്റെ മോന് കൊടുക്കാൻ ഉള്ളത് തന്നെയാണോ, അതോ വല്ല കുഞ്ഞിന്റെയും നൂലുകെട്ടിനുള്ളതാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അമ്മായിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മകന് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു മോതിരാണ്. അതൊക്കെ വിട്ടേക്ക് സുമേ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. ഓ, ഇനി ഭക്ഷണം ഉണ്ടോ? വല്ല വടയും ചായയൊക്കെ ആണോ? എന്താ വടയും ചായയോ? നല്ല അസല് ഫുഡാണ്, അതും എൻ്റെ മേൽനോട്ടത്തിൽ എന്ന് അമ്മായി പറയുന്ന നേരത്ത്, ഓ, അപ്പൊ കണക്കായി എന്ന് പറയാൻ കേട്ടോ ചെറുക്കൻ്റെ അമ്മ. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ അശ്വിൻ റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ അശ്വിൻ കമ്പനിയിലേക്ക് വിളിച്ചിട്ട്, ഇന്ന് അവിടുത്തെ ഒരാളുടെ വിവാഹ നിശ്ചയാന്ന് പറഞ്ഞിരുന്നല്ലോ, അവരുടെ ഫുൾ ഡീറ്റെയിൽസും വിത്ത് ഫോട്ടോ സഹിതം എനിക്കിപ്പോൾ മെയിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ചെറുക്കൻ്റെ അച്ഛൻ പറയും, സദ്യ എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വിഭവസമ്പന്നമായിട്ടുള്ള സദ്യ ആയിരിക്കുമെന്ന്. ഇത് വെറും തല്ലിപ്പൊളി ഫുഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഐസ്ക്രീം ആണെങ്കിൽ കഞ്ഞിവെള്ളം പോലെ ഇരിക്കുന്നു. ഇതാണോ ഐസ്ക്രീം? ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയും, അങ്കിളെ, ഇപ്പൊ ചൂട് കാലാവസ്ഥയല്ലേ, അതുകൊണ്ട് ഐസ്ക്രീം ഇത്തിരി അലിഞ്ഞു പോയി. ഇത് ചൂടായതുകൊണ്ടൊന്നല്ല, ലോ ക്വാളിറ്റിയാണ്. ഇതുപോലെ തല്ലിപ്പൊളി ഫുഡൊന്നും കല്യാണത്തിന് വിളമ്പരുത്, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ചൂടാവാണ് കേട്ടോ. അങ്കിളിനിപ്പോ വേണ്ടത് ഐസ്ക്രീം അല്ല,
അതിനുവേണ്ടി അങ്കിൾ നന്നായിട്ട് ഡീപ് ബ്രെത്ത് എടുക്കുക, എന്നിട്ട് ശ്വാസം പതുക്കെ വിടുക, എന്നിട്ട് കഴിച്ചു നോക്കുമ്പോൾ നന്നായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും. നീ എന്താ ഞങ്ങളെ ഐസ്ക്രീം തീറ്റിക്കാൻ പഠിപ്പിക്കാണോ? അങ്കിളെ ഇത് എന്തുകൊണ്ടാ അലിഞ്ഞു പോയതെന്നറിയോ? അങ്കിളും ആന്റിയും ഒക്കെ നന്നായിട്ട് ചൂടിലല്ലേ ഇപ്പോ, അതിന്റെ ചൂട് കൊണ്ടിട്ടാ ഈ ഐസ്ക്രീം അലിഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ അങ്ങ് എത്താണ്. ശ്രുതി കീപ് ക്വയറ്റ്, നിങ്ങൾക്കിപ്പോ എന്താ പ്രശ്നം? വേറെ ഐസ്ക്രീം വേണമെന്നല്ലേ? വേറെ ഐസ്ക്രീം ഇപ്പൊ എത്തുമെന്ന് പറയട്ടോ. ഓ ഇതാണോ ഈ പെണ്ണിന്റെ ഭർത്താവ്? ഇയാൾക്ക് മാന്യന്മാരോട് എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, ഭാര്യയുടെയും തനി നിറം ഇപ്പൊ പുറത്തായല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും എന്തൊക്കെയോ പറയാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. ശ്രുതി കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞ അശ്വിൻ, നിങ്ങൾക്ക് ഇപ്പൊ ഐസ്ക്രീം അല്ലേ വേണ്ടത്, ഇതിനെ പറ്റി മാത്രം സംസാരിച്ചാൽ മതി എന്നും പറഞ്ഞ് റൂമിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അങ്ങനെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും അശ്വിന് തിരിച്ച് മെയിൽ വന്നിട്ടുണ്ടാവും. അതൊക്കെ ചെക്ക് ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? നിങ്ങൾ എന്തിനാ അവിടെ വന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത്? ഇത്ര തന്നെ കീർത്തിയുടെ വീട്ടുകാർ എത്ര പണിപ്പെട്ടിട്ടാണ് നടത്തുന്നതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ എന്താ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അശ്വിൻ പറയും, ശ്രുതി കീപ് ക്വയറ്റ്, സംസാരിക്കാതെ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയാട്ടോ. അപ്പോഴേക്കും ചെറുക്കൻ അശ്വിന്റെ റൂമിന്റെ മുന്നിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. അയ്യോ സാർ അങ്ങനെ പറയരുത്, എന്റെ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്യരുത്. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആര്, എന്റെ ബോസ് ആണോ അങ്ങനെ പറഞ്ഞത്? എന്റെ ബോസ് അങ്ങനെ ഒരിക്കലും പറയില്ല, ഞാൻ അത്രയ്ക്ക് സിൻസിയർ ആയിട്ടാ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അയാൾ പറയാണേ. ഇതൊക്കെ കേട്ട് നിൽക്കാണ് നമ്മുടെ അശ്വിൻ. എന്നിട്ട് ശ്രുതിയോട് പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ അശ്വിൻ ചെന്ന് ഈ ചെറുക്കന്റെ തോളില് കൈവയ്ക്കാണ്. അശ്വിനെ കണ്ടതും അയ്യോ സാറെന്താ ഇവിടെ എന്ന് ചോദിക്കാട്ടോ. പിന്നീട് അശ്വിൻ നല്ല ഡോസാണ് കേട്ടോ അയാൾക്ക് കൊടുക്കുന്നത്. എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിലും പ്രൊമോഷൻ ലഭിക്കണമെങ്കിലും അയാൾക്ക് 3 ക്വാളിറ്റി ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ 3 ക്വാളിറ്റിയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് 3 ഇയാൾക്കില്ല എന്ന് എനിക്ക് ഇവിടെ വെച്ച് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. അയ്യോ സാർ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, അത് ക്യാൻസൽ ചെയ്യരുത് സാർ പ്ലീസ് എന്ന് പറയുമ്പോൾ, നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും പെൺവീട്ടുകാരുടെയും എല്ലാം എത്രമാത്രം അപമാനിച്ചു. തൻ്റെ അമ്മ തൻ്റെ ജോലിയെക്കുറിച്ചും കിട്ടാൻ പോകുന്ന പ്രൊമോഷനെ കുറിച്ചും പറഞ്ഞ് എത്രത്തോളം അവരെ കുത്തി നോവിച്ചു, അതൊന്നും ഞാൻ ക്ഷമിക്കില്ല. അപ്പോൾ ആ ചെറുക്കൻ പറയും, ഇല്ല സർ, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടിട്ടാ, അതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഞാൻ അച്ഛനെയും അമ്മയെയും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. സോറി സർ എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയും, എന്നോടല്ല സോറി പറയേണ്ടത്, ആ കുട്ടിയോടും അവരുടെ വീട്ടുകാരോടുമാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം സർ, എൻ്റെ ജോലിയെയും പ്രൊമോഷനെയും ഇതൊന്നും ബാധിക്കരുത് എന്നും പറഞ്ഞ് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ ആ ഒരു ക്രെഡിറ്റ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ.